അമ്മ ഭരണസമിതി പിരിച്ചുവിട്ട വാർത്തകൾ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. അപ്പോൾ ഇനി ആ ഒരു സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ യോഗ്യതയുള്ള നടൻ ആരാണ് അല്ലെങ്കിൽ നടി ആരാണ്? ഇതിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഫോളോ ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ ലെറ്റ്സ് ടേക്ക് പബ്ലിക് ഒപ്പീനിയൻ. കേട്ടിട്ടില്ല അമ്മ ഭരണ ആദ്യത്തെ ഇപ്പം എല്ലാവരും രാജിവെച്ചു ഭരണസമിതിയിലുള്ളത്. അപ്പോൾ ഇനി അതിലോട്ട് ആ ഒരു പൊസിഷനിലോട്ട് വരാൻ ആ ഒരു പവറുള്ള ഒരു അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആരാണ് നിങ്ങളുടെ ഒപ്പീനിയനിൽ? അങ്ങനെ ആരെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ? അങ്ങനെ ആരും സജസ്റ്റ് ചെയ്യാനുണ്ടോ? ഒരു സ്ത്രീ വന്നാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ കുറേയൊക്കെ സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇങ്ങനെ സ്ത്രീ വന്നാൽ ഇങ്ങനത്തെ ഇപ്പം ഈ ഭരണത്തിൽ സ്ത്രീ വന്നാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് പലതും അവര് സോൾവ് ചെയ്യുന്നു തോന്നുന്നുണ്ട്. ആൾക്കാരായാലും മതി എന്നാണ്. പൃഥ്വിരാജ് അപ്പൊ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആള് വന്നാല് കുറച്ചും കൂടി ഇപ്പത്തെ പ്രതീക്ഷയുണ്ടോ? ഒരു വിമൻ വരുന്നതിനെ പറ്റിട്ട് രണ്ടുപേര് വേണം. പൃഥ്വിരാജ് സർ ഓക്കെ തോന്നുന്നു. എന്താണ് പൃഥ്വിരാജ്? ഫുൾ ബോൾഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ ഇച്ചിരി എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻഡസ്ട്രിയിൽ കുറേ നന്നായിട്ട് ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളും. പിന്നെ ഫിലിം ഇൻഡസ്ട്രിയിലെ പിന്നെ സുകുമാർ സാറിൻ്റെ എനിക്ക് ഭയങ്കര ഫാനാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നു ബെറ്റർ ആയിരിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഫുൾ ഡയറക്റ്റ് ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് തോന്നുന്നു. സ്ത്രീ വരണമെന്നാണ് അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആവുമെന്ന് തോന്നുന്നു. സൊല്യൂഷന് സ്ത്രീകളിന് ഞാൻ ഇതുവരെ ആരെയും സജസ്റ്റ് ചെയ്യാൻ അത് മൈൻഡിൽ വന്നിട്ടില്ല. ബട്ട് ആവുമായിരിക്കും. ആരെങ്കിലും പുതിയതായിട്ട് ഒരാൾ വന്നാൽ ചിലപ്പോൾ ഈ ഇതൊക്കെ പിന്നെ പറയാനും പറ്റില്ല. ഇപ്പോൾ ഇത് ഫേക്ക് ആണോന്നും പറയാൻ പറ്റത്തില്ല, നമുക്ക് എങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല. പക്ഷെ പുതിയ ഒരാൾ വന്നാൽ നന്നായിരിക്കും. പൃഥ്വിരാജ് ഞാൻ ഒന്ന് സജസ്റ്റ് ചെയ്യും. പുള്ളി അത്യാവശ്യം നല്ലൊരു കാഴ്ചപ്പാട് വിഷയമുള്ള അതുകൊണ്ട് ആള് വന്നാൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾക്ക് സൊല്യൂഷൻ ഭയങ്കര നല്ല രീതിക്ക് ചേഞ്ച് ഉണ്ടാവും. ഒരു സ്ത്രീ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? വന്നാലും കുഴപ്പമില്ല, പക്ഷെ അത്രയും ബോൾഡ് ആയിക്കണം, പറഞ്ഞ കാര്യങ്ങളും ചിന്തിച്ചിട്ടുണ്ട്. മമ്മൂട്ടി ആയിരുന്നാണ് പറയുന്നത്. എന്നാലും നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഇന്ന നടൻ വന്ന് നല്ലതായിരിക്കും, കുറച്ചും കൂടി എല്ലാവർക്കും നടനോ നടിയോ ആരെങ്കിലും ആവട്ടെ കുറച്ചും കൂടി എല്ലാവർക്കും ജസ്റ്റിസ് കിട്ടാൻ ഇന്ന ആളായിരിക്കണം വരണം, അങ്ങനെ എന്തോ നല്ലായിരിക്കും? മമ്മൂട്ടിയാണ്. എന്താണ് മമ്മൂട്ടി എന്ന് പറയാൻ കാരണം? സീനിയർ മോസ്റ്റ് ഫാൻ കൊണ്ട് അങ്ങനെ വന്നാലും ആള് ആ ഒരു എന്താ പറയാ നീതിയായിരിക്കും ആ ഒരു പൊസിഷനിലെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോ ഈ അമ്മ എന്ന് പറയുന്ന സംഘടനത്തെ പ്രമുഖർ ലൈക്ക് തലപ്പത്തിരിക്കുന്നവരൊക്കെ റിസൈൻ ചെയ്തല്ലോ. സോ ആ ഒരു പൊസിഷനിലോട്ട് ഇനി നെക്സ്റ്റ് ഏത് ആളായിരിക്കും ഒരു സ്യൂട്ട് എന്ന്? എന്നാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒപ്പീനിയൻ മീൻസ് ഈ അമ്മ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. സോ എവ്രി വൺ റിസൈൻഡ് ലൈക്ക് എല്ലാ പൊസിഷനിലുള്ളവരും റിസൈൻ ചെയ്തു. സോ നെക്സ്റ്റ് ഇനി അതിലേറ്റവും ഒരു ജസ്റ്റിസ് ആ ഒരു പൊസിഷന് കൊടുക്കുമെന്ന് തോന്നുന്ന ഒരു നടനോ നടിയോ അങ്ങനെ നിങ്ങളുടെ ഒപ്പീനിയനിൽ ആരായിരിക്കും? നോ ഐഡിയ. എന്നാലും നിങ്ങൾക്ക് ഇന്നവര് വന്നാൽ കുറച്ചുകൂടി ജസ്റ്റിസ് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല? ഞാൻ ഒരു ആക്ടറുടെ ക്യാരക്ടർ വൈസ് ഞാൻ ഇങ്ങനെ ജഡ്ജ് ചെയ്തിട്ടില്ല, ബിക്കോസ് കാണിക്കുന്ന വേറെ ഇന്റേണലി എങ്ങനെയാണെന്ന് അറിയത്തില്ല. സോ ഐ ആം നോട്ട് ദ റൈറ്റ് പേഴ്സൺ ടു ആൻസർ ദാറ്റ് until and unless I don't know them personally. അപ്പോൾ ഈ ഒരു വിമൻ women will be obviously great idea. സോ അതാണെങ്കിൽ കുറച്ചും കൂടി ഈ പ്രോബ്ലംസ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, കുറച്ചുകൂടി they are able to relate with many things.